ഹരേ കൃഷ്ണ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മൾ അത്തവും ചതുർത്ഥിയും ഗണേശ ഭഗവാന്റെ ചതുർത്ഥി ദിനത്തിൻ്റെ നാളെയാണല്ലോ ചതുർത്ഥി. ഈ പ്രാവശ്യം അത്തവും ചതുർത്ഥി ഒന്നിച്ചല്ല, അതുകൊണ്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കൂടി ഗണേശ ഭഗവാന്റെ ചതുർത്ഥി എന്താണ്, എങ്ങനെയാണ് എന്നുള്ള വിവരങ്ങൾ, പിന്നെ അതേപോലെ ഗണേശ ഭഗവാന്റെ നിമഞ്ജനം, അതിനെ പറ്റിയിട്ടൊക്കെ ചെറിയൊരു വിവരണം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പണ്ട് മുതൽക്ക് തന്നെ നമ്മളെ ആളുകൾ പറയാറുണ്ട്, ഒരു വിശ്വാസമാണ്, അത്തവും ചതുർത്ഥിയും കൂടിയും കണ്ടാൽ പിറ്റേ ദിവസം എന്തെങ്കിലും അപമാനം ഏൽക്കേണ്ടി വരും എന്നുള്ളത്. അത് ഒരു ഒട്ടുമിക്കതും സത്യമാണ് താനും. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആ ഒരു കഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഗണപതി ഭഗവാൻ നമ്മളെ വീട്ടിൽ, അതായത് പാർവതി ദേവിയുടെ അടുത്ത് നിന്ന് അതായത് മോദകം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള പലഹാരമാണ്. അപ്പോൾ രാവിലെ ഒക്കെ ഇരുന്ന് മോദകം ഇങ്ങനെ കഴിച്ചു. അമ്മ ഉണ്ടാക്കി കൊടുത്ത് അത്തന്നാളായിരുന്നു. അമ്മ നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്തു. ഇയാൾ നിർത്തല്ല. അപ്പോൾ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണു, മകൻ ഇങ്ങനെ കഴിക്കണു. ഗണേശൻ കഴിച്ച് അവസാനം കുമ്പ വീർത്ത് വലിയ കുമ്പയായി. അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ കുമ്പുണ്ട്, അത് ഒന്നും കൂടി വലുതായി. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട മോദകം എവിടെ ഉണ്ടോ മൂപ്പര് അതിൻ്റെ പിന്നാലെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ കഴിച്ച് സമയം കുറേ വഴുകി. എന്താ വെച്ചാൽ അമ്മയ്ക്ക് വേറൊരു പണിക്കും സമയം കൊടുത്തില്ല എന്നർത്ഥം. മകൻ ഈ പറഞ്ഞ മാതിരി വയറ് നിറച്ചിങ്ങനെ കഴിക്കുക കാണുമ്പോൾ അമ്മമാർക്കൊക്കെ സന്തോഷമാണല്ലോ. അപ്പോൾ പാർവതി ദേവി നന്നായിട്ട് മോദകം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് വഴുകി ഒന്ന് പുറത്തേക്ക് നടക്കാനിറങ്ങുകയാണ് പുള്ളി. അപ്പോൾ നടക്കാനിറങ്ങുന്ന സമയത്ത് അതായത് ഈ കുംഭ കാരണം, വയറ് കാരണം കണ്ണ് താഴേക്ക് കാണാനില്ല. അപ്പോൾ നേരെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. നാലുപാട് നോക്കിയിട്ട് മൂപ്പര്, ഈ കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ലേ, അങ്ങനെ നടക്കുമ്പോൾ ഒരു കുണ്ടിൽ ഒരു കഴായ എന്നൊക്കെ പറയാം, അതിലാണ് ചാടി. അപ്പോൾ അതിലാണ് ചാടിയപ്പോൾ രാത്രിയായി തുടങ്ങി. അപ്പോൾ നിലാവുള്ള രാത്രിയാണ്. അപ്പോൾ ചന്ദ്രൻ കൈകൊട്ടിയാണ് ചിരിച്ചു. അപ്പോൾ കൈകൊട്ടി ചിരിച്ചു നോക്കുമ്പോൾ ഇയാളപ്പോൾ ആകെ അന്തം വിട്ടു. എന്താ ഇപ്പം ഉണ്ടായെന്നൊരു പിടിയില്ല, എങ്ങനെ വീണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ കുംഭ കാരണമാണ് ഈ പ്രശ്നം. അപ്പോൾ ഉടൻ തന്നെ വാസുകീനെ വിളിച്ചു. വാസുകീനെ വിളിച്ചിട്ട് ആ വാസുകിയെ കൊണ്ട് അങ്ങോട്ട് കുംഭേനെ അങ്ങോട്ട് വരിഞ്ഞ് കെട്ടി. അപ്പോൾ കുംഭം അങ്ങോട്ട് ചെറുതായി. അപ്പോൾ അത് വലിയൊരു കഥയാണ് കേട്ടോ. ആ കഥ ഉണ്ട്, അതൊരു കഥയാണ് അതിൻ്റെ. അപ്പോൾ വാസുകിയെ കൊണ്ട് കെട്ടി വെക്കുമ്പോൾ പിന്നെ കുംഭ കുഴപ്പമില്ല. അപ്പോഴാണ് ഈ ചന്ദ്രൻ ചിരിക്കുന്നത് ശരിക്കും ഇയാൾക്ക് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ ദിവസം ചതുർത്ഥിയാണ്, അത്തമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിന്നെ കാണുന്ന ആളുകൾക്ക് ഈ ചിരിച്ചതിൻ്റെ ബദലായിട്ട് നിന്നെ കാണാതിരിക്കുന്ന തരത്തിലാവണം. അതായത് ചന്ദ്രനെ നമ്മൾ മാക്സിമം അന്നത്തെ ദിവസം കാണാൻ ശ്രമിക്കാറില്ല, കാണാതിരിക്കാനാണ് ശ്രമിക്കുക. അഥവാ കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തായാലും അപവാദം കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്, അതൊരു സത്യമാണ്. അപ്പോൾ ആ ഒരു അത് കാരണമാണ് ചന്ദ്രൻ അങ്ങനെ ഒരു ശാപം കിട്ടി, ഗണപതി ഭഗവാൻ കൊടുത്തതാണ്. അപ്പോൾ അതങ്ങനെ ഒരു കഥയാണ് കേട്ടോ. പിന്നെ അടുത്ത നിമഞ്ജനത്തിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വ്യാസഭഗവാനും ഗണപതിയും കൂടിയാണല്ലോ ആ മഹാഭാരതം എഴുതിയത്. അപ്പോൾ വ്യാസഭഗവാൻ ഇങ്ങനെ 10 ദിവസത്തോളമൊക്കെ ഇരുന്നിട്ടാണത് എഴുതിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചെറിയ കുട്ടിയുടെ അതിലാണ്, പക്ഷേ വലിയ ആളാണെങ്കിൽ കൂടി വ്യാസഭഗവാൻ അത് കുട്ടിത്തത്തിലാണ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കണു, ഗണപതി ഭഗവാൻ അങ്ങനെ എഴുതണു. അങ്ങനെ എഴുതി അതായത് ഒരു നിർത്താതെയുള്ള 24 മണിക്കൂർ എന്ന് പറഞ്ഞ മാതിരി എഴുതിക്കൊണ്ടിരിക്കുക. 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണിത് മഹാഭാരതം എഴുത്ത് കഴിഞ്ഞത്. അപ്പോൾ എഴുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായി അയാൾക്ക്, വല്ലാത്തൊരു ക്ഷീണം. അപ്പോൾ വിശപ്പൊക്കെ ആയി, ക്ഷീണമൊക്കെ ആയി.
അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് അത്രയും 10 ദിവസത്തെ ആ ഒരു ബുദ്ധിമുട്ട്, എന്താ പറയുക, ഉറക്കവും വെള്ളവും എല്ലാം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എഴുതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക സമാധാനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ 10 ദിവസം ഒരു ഉത്സവത്തിൻ്റെ ഇതിലും 11ാമത്തെ ദിവസം അല്ലെങ്കിൽ ആ ഒരു പല സ്ഥലത്തും ഇപ്പോൾ നമ്മളെ ഭാഗത്ത് ഇപ്പോൾ അടുത്താണ് ഇങ്ങനെ ആയിട്ടുള്ളൂ. കേരളത്തിലൊക്കെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലൊക്കെയാണ് ഇത് കൂടുതൽ. അതിൻ്റെ ഒരു ശരിക്കും അതെന്താ ബാലഗംഗാധര തിലകൻ ആണ് ഇതൊക്കെ അതിനൊരു അവധി കൊടുത്തതെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായതാണെന്നറിയില്ല. എന്തായാലും അപ്പോൾ ഈ 10 ദിവസത്തെ ആ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അത് നിമജ്ജനം ചെയ്യാൻ പുഴകളിലോ ഒക്കെയാണല്ലോ ഇപ്പോൾ സാധാരണ, കടലിലും പുഴയിലും ഒക്കെ കൊണ്ടുപോയിട്ടാണ് നിമജ്ജനം ചെയ്യുക. ഇനി അഥവാ അതിന് പറ്റാത്ത ആളുകളാണ്, വീട്ടിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് ചതുർത്ഥിക്ക്, വിനായക ചതുർത്ഥിക്ക് ഗണേശ വിഗ്രഹം ഉണ്ടാക്കിയത്. അപ്പോൾ അത് നിമജ്ജനം ചെയ്യാൻ നമ്മളെ ഒരു വലിയ പാത്രത്തിൽ ആ വിഗ്രഹം അതിലങ്ങോട്ട്, അതായത് മണ്ണുകൊണ്ടൊക്കെയാണല്ലോ ഉണ്ടാക്കുക, അപ്പോൾ അതിൽ നിമജ്ജനം ചെയ്താലും മതി. ശരിക്കും ആ നിമജ്ജനം ചെയ്യുമ്പോൾ ഗണപതി ഭഗവാനെ നമ്മൾ പൂജിച്ചതിൻ്റെ അതാണ്. പിന്നെ ഇപ്പോൾ അന്നേ ദിവസം ഒരു കറുക അദ്ദേഹത്തിന് സമർപ്പിച്ചാലും മതി. മോദകം സമർപ്പിക്കുക വെച്ചാൽ ഏറ്റവും ഇഷ്ടമായി. ഗണപതി ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മോദകമാണ്, പിന്നെ കറുകയും. അപ്പോൾ നമുക്ക് മോദകം വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കറുകയെങ്കിലും ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് കൊടുത്താൽ ഗണപതി ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ പറയാനുള്ളത്. അങ്ങനെ പല പല കഥകളുമുണ്ട്. എന്തായാലും അത്തവും ചതുർത്ഥിയുടെയും കഥ അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഉപകരിക്കട്ടെ. എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ ഇതൊന്ന് ഷെയർ ചെയ്യും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഗണേശ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.